ഈശോയിൽ പ്രിയമുള്ളവരെ, നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഓശാന ഞായറാഴ്ച ദിവ്യബലി മധ്യേ നാം ഈശോയുടെ പീഡാസഹന ചരിത്ര വായനയാണ് നടത്തുന്നത്. ഓശാന ഞായറാഴ്ച ഓരോ വർഷവും മാറി മാറി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമുള്ള പീഡാനുഭവ വായനകളാണ് നടത്തുന്നത്. ഈ വർഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള പീഡാനുഭവ ചരിത്ര വായനയാണ് നാം ശ്രവിക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ ചില സംഘർഷങ്ങളിലൂടെയാണ് തന്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത് തന്നെ. സുവിശേഷം ആരംഭിക്കുമ്പോൾ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ പറയുന്നു, ഈ ശിശു ഇസ്രയേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളമായി തീരും എന്ന്. പിന്നീട് ഒത്തിരിയേറെ സംഘർഷങ്ങൾ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. യേശു ദൈവരാജ്യ പ്രഘോഷണം നടത്തുമ്പോൾ യേശുവിനെ അനുകൂലിക്കുന്ന ഒരു ഗണവും എതിർക്കുന്ന മറ്റൊരു ഗണത്തെയും കാണാം. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പല സ്ഥലത്തും കാണാവുന്നതാണ്. വർദ്ധിച്ചു വരുന്ന ഈ സംഘർഷം അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്നത് യേശുവിന്റെ പീഡാസഹന വേളയിലാണ്. ജെറുസലേമിൽ പെസഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ഒരു വശത്ത് പിതാവായ ദൈവത്തോട് പൂർണ്ണമായ ഐക്യത്തിലായിരിക്കുന്ന യേശുവും യേശുവിനോട് ഒപ്പം നടക്കുന്ന ശിഷ്യരും ജനക്കൂട്ടവും, മറുവശത്ത് പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് സഹകരിക്കുന്ന യഹൂദ നേതാക്കൾ. ഇങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം പീഡാസഹന ചരിത്രത്തിലും നാം കാണുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യ അധ്യായങ്ങളിൽ മരുഭൂമിയിലെ പരീക്ഷണ ശേഷം ഒരു തക്ക സമയം വരെ പിശാച് യേശുവിനെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. ആ പിശാച് വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ പീഡാസഹന വേളയിലാണ്. ലൂക്കാ സുവിശേഷകൻ ശിഷ്യരെയും ജനക്കൂട്ടത്തെയും അവതരിപ്പിക്കുന്നത് യേശുവിന്റെ സംരക്ഷണ കവചമായിട്ടാണ്. എങ്ങനെയാണ് പിശാച് തന്റെ പദ്ധതികൾ വിഭാവനം ചെയ്ത് യഹൂദ നേതാക്കളിലൂടെയും തന്നോട് സഖ്യം ചേരുന്നവരിലൂടെയും ഈ സംരക്ഷണ കവചത്തെ തകർത്ത് യേശുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ലൂക്കാ സുവിശേഷകൻ ഇവിടെ വിവരിച്ചു പറയുന്നു. അതോടൊപ്പം യേശുവും യേശുവിനോടൊപ്പം നിൽക്കുന്ന ശിഷ്യരും ജനക്കൂട്ടവും എങ്ങനെ കഠിനമായി പരീക്ഷിക്കപ്പെടുന്നു എന്നും ഈ പീഡാനുഭവ ചരിത്രത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്. യേശു എന്നും പിതാവിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്നവനായിട്ട് ഇവിടെ നാം കാണുന്നുണ്ട്. പീഡാസഹനങ്ങൾ ആരംഭിക്കുന്നത് യേശുവിന്റെ ഒലിവുമലയിലുള്ള പ്രാർത്ഥനയോടുകൂടെയാണ്. ആ പ്രാർത്ഥനയിൽ യേശു പിതാവുമായി ഐക്യപ്പെട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാം. ആ പ്രാർത്ഥനയുടെ അവസാനം യേശുവിനെ ശക്തിപ്പെടുത്തുവാനായി സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. പീഡാസഹനത്തിന്റെ അവസാനം കുരിശിൽ മരിക്കുന്ന യേശുവിന്റെ നാവിൽ നിന്ന് വരുന്നത് ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവത്തിലുള്ള തന്റെ വിശ്വാസവും ആശ്രയത്വവും ഉറച്ചതായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വീണ്ടും യേശുവിന്റെ ശിഷ്യന്മാർ എപ്രകാരമാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നാം കാണുന്നുണ്ട്. അന്ത്യത്താഴ വേളയിൽ യേശു തന്റെ ശിഷ്യന്മാരെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ പരീക്ഷണങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ സുവിശേഷത്തിൽ തന്നെ പലയിടത്തും കാണുന്നുണ്ട്, മാനുഷികമായ ദൗർബല്യങ്ങൾ ശിഷ്യന്മാരെയും അലട്ടിയിരുന്നു. അവർ ചില പരീക്ഷണ സമയത്ത് വീണുപോയിട്ടുള്ളവരാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് യൂദാസ് തന്നെ തന്നെ പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും യേശുവിന് എതിര് നിൽക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊരാളാണ് പത്രോസ് യേശുവിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് യേശുവിനെ എതിര് നിൽക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് താൽക്കാലികമായി പോകുന്നുണ്ട് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ യേശുവിന്റെ നോട്ടത്തിലൂടെ തന്റെ നിലപാടിനെ കുറിച്ച് പശ്ചാത്തപിച്ച് യേശുവിന്റെ കൂട്ടത്തിലേക്ക് തിരികെ വരുന്നതായിട്ടും നാം കാണുന്നുണ്ട്. അതേപോലെ തന്നെ യേശുവിന്റെ മറ്റു ശിഷ്യന്മാരെ കുറിച്ചുള്ള ലൂക്കാ സുവിശേഷകന്റെ വിവരണം, മറ്റു ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ നിന്നും ഓടിപ്പോയി യേശുവിനെ ഒറ്റയ്ക്കാക്കി എന്ന് കൃത്യമായി എടുത്തു പറയുമ്പോൾ ഈ ശിഷ്യന്മാർ എവിടെയായിരുന്നു എന്നുള്ളത് ലൂക്കാ സുവിശേഷകൻ വിട്ടുകളയുകയാണ്, ഒന്നും പറയുന്നില്ല.
എന്നാൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, യേശുവിന്റെ ശിഷ്യരായ സ്ത്രീകളും വളരെ ദൂരെ അല്പം അകലത്തായി ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിന്നു എന്ന്. അപ്പോൾ ശിഷ്യന്മാർ കഠിനമായി പരീക്ഷിക്കപ്പെടുന്നവരാണ്. എന്നാൽ അവർ യേശുവിനോടൊപ്പമുള്ള സഖ്യം വിടാതെ നിൽക്കുന്നവരായിട്ട് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. അടുത്തതായി ജെറുസലേം നിവാസികളെ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന രീതിയാണ്. ജനക്കൂട്ടം പൊതുവായി യേശുവിനെതിരെ നിൽക്കുന്നതായി അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിൽ നിന്നും ചില വ്യക്തികളെ യേശുവിന് അനുകൂലമായ നിലപാടെടുക്കുന്നതായി നാം കാണുന്നു. സുവിശേഷത്തിന്റെ ആരംഭത്തിൽ എലിസബത്തും ആട്ടിടയന്മാരും ശിമയോനും അന്നായുമൊക്കെ യേശുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ, ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് പീഡാസഹന സമയത്ത് ചിലരും ഈശോയെ സ്വീകരിക്കുന്നതായി അവതരിപ്പിക്കുന്നുണ്ട്. യഹൂദ നേതാക്കൾ യേശുവിനെ ക്രൂശിക്കാനായി നിലപാടെടുക്കുമ്പോൾ അതിൽ ഒരുവനായിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് അവരുടെ കൂട്ടത്തിൽപ്പെടാതെ യേശുവിനെ സംസ്കരിക്കുവാനായി മുന്നോട്ട് വരികയും യേശുവിനോട് ഒപ്പം നിലപാടെടുക്കുകയും ചെയ്യുന്നവനാണ്. യഹൂദ നേതാക്കളുടെ പ്രേരണയിൽ വശംവദരായി ജനക്കൂട്ടം യേശുവിനെ ക്രൂശിക്കുവാനായി ആക്രോശിക്കുമ്പോൾ മാർത്തടിച്ച് നിലവിളിക്കുന്ന ജെറുസലേം സ്ത്രീകളെ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പശ്ചാത്താപത്തിന്റെ അടയാളമായി മാറത്തടിക്കുന്ന ജെറുസലേമിലെ സ്ത്രീകൾ യേശുവിന് അനുകൂലമായ നിലപാടെടുക്കുകയാണ്. നേതാക്കൾ യേശുവിനെ പരിഹസിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ജനക്കൂട്ടം യേശുവിന്റെ മരണശേഷം മാറത്തടിച്ചുകൊണ്ട് തിരികെ പോകുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ ജനവും യേശുവിനോടൊപ്പം നിൽക്കുകയാണ്. അവസാനമായി യേശുവിനെ ക്രൂശിക്കുവാനായി എല്ലാ നടപടികളും ചെയ്യുന്ന അവരിൽ ഒരുവനായ ശതാധിപനാണ് വിളിച്ചു പറയുന്നത്, വാസ്തവത്തിൽ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന്. ഇങ്ങനെ പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കൂട്ടം യേശുവിന് എതിരായി നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, യേശുവിന് അനുകൂലമായി നിൽക്കുന്ന വ്യക്തികളെയും ജനത്തെയും അവതരിപ്പിച്ചുകൊണ്ട് നാം എന്ത് നിലപാടെടുക്കണമെന്ന് സുവിശേഷകൻ നമ്മോട് നിർദ്ദേശിക്കുകയാണ്.